ഹലോ ഗൈസ്, നിങ്ങൾ സൗത്ത് ഇന്ത്യയിലെ കൃഷ്ണൻ്റെ വൃന്ദാവനം കണ്ടിട്ടുണ്ടോ? അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന കണ്ണൻ്റെ വൃന്ദാവനം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ് കേട്ടോ എസ്കോണിൻ്റെ പൂർണ്ണരൂപം. ഹരേ കൃഷ്ണ പ്രസ്ഥാനം എന്നും എസ്കോൺ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. 2016 തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പിലാണ് കേട്ടോ ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. നെല്ലുവായ ഏകാദശിയുടെ സമയത്ത് എസ്കോണിൻ്റെ കുറച്ച് ഡിവോട്ടീസ് ചേർന്നിട്ട് അവിടെ ഒരു സ്റ്റോൾ ഇടായിരുന്നു. അങ്ങനെയാണ് ഈ എസ്കോൺ എന്നുള്ളൊരു പേര് ഞാൻ കേൾക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു അമ്പലം ഇവിടെ ഉണ്ടെന്ന്, അത് കൈപ്പറമ്പിലാണ്, തൃശ്ശൂർ ജില്ലയിലാണെന്ന് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയണത്. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ പൂജയുടെ ടൈമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ശില്പങ്ങളും അതുപോലെ തന്നെ പെയിൻറ്റിങ്സും, കൃഷ്ണൻ്റെ ഓരോ പെയിൻറ്റിങ്സും, കൃഷ്ണൻ്റെ ലൈഫായിട്ട് ബന്ധപ്പെട്ട ഓരോ പെയിൻറ്റിങ്സും നമുക്ക് ഈ അമ്പലത്തിൽ കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോർത്തേൺ സ്റ്റൈലിലുള്ള ഒരു എന്താ പറയുക വിഗ്രഹങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. രാധയുടെയും കൃഷ്ണൻ്റെയും, പ്രധാനമായിട്ട് കൃഷ്ണനും ബലരാമനും പിന്നെ രാധാകൃഷ്ണന്മാരാണ് കേട്ടോ അവിടുത്തെ പ്രതിഷ്ഠയായിട്ട് വരുന്നത്. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കൃഷ്ണനെ സമാധാനമായിട്ട് ഭജിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ, ഒരു മെഡിറ്റേഷൻ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങളിവിടെ എത്തിയത് ഒരു 12:30 സമയത്തായിരുന്നു കേട്ടോ. ആ സമയത്ത് നട തുറക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷ്ണനെ കാണാൻ പറ്റിയിട്ടോ. അപ്പോൾ നട തുറക്കുന്ന സമയത്ത് അവിടെ ഇതാ ഭജൻസൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിന്നനും പാച്ചും കൂടിയിട്ട് ഇതാ ഈ ഒരു ഡ്രമ്മിൻ്റെ മുകളിൽ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെ നമ്മളെ ചീത്ത പറയും, കാരണം ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ പിന്നെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല ഇല്ലല്ലോ, അങ്ങനെയാണല്ലോ. പക്ഷേ അവർ തന്നെ സ്വന്തമായിട്ട് കുട്ടികൾക്ക് ഇതെടുത്ത് അവർ പാടുന്നതിനനുസരിച്ച് എടുത്ത് കൊട്ടാനും ഡാൻസ് കളിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ അവിടെ ചെയ്തു കൊടുത്തു കേട്ടോ. അപ്പോൾ പിള്ളേർ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇവിടെ കൃഷ്ണൻ്റെ ബുക്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ പോലെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴാണ് നരസിംഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ ഉണ്ട്, അത് കാണാൻ പറ്റുന്നത്. അകത്ത് എത്രമാത്രം ഭംഗിയുണ്ടായിരുന്നോ അതുപോലെ തന്നെയാണ് കേട്ടോ പുറത്തും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പറ്റിയിട്ടുള്ള കൃഷ്ണ ഡിവോട്ടീസാണ് തോന്നുന്നു. ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഇവിടുത്തെ പൂജാരി അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ, അവരൊക്കെ കൂടിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അത്. ഒരു ഭക്തിസാന്ദ്രമായ, ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ലൊരു ആംബിയൻസ് എന്നൊക്കെ പറയില്ലേ, അതാണ് എനിക്കിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും കണ്ണനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഭജൻസൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ചിന്നൻകുട്ടി ഇതാ പശുവിനൊക്കെ കാണണ്ടോ. ചിന്നൻകുട്ടിക്ക് പശുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്പ എന്നാണ് പറയുക, പശുമ്പ എന്നാണ് പറയുക. അങ്ങനെ പശുവിനൊക്കെ ഇതാ തൊട്ട് നോക്കുകയാണ് കേട്ടോ. ഇവിടെ വന്ന് കയറുമ്പോൾ നമ്മൾ കാണുന്ന പ്രതിമ അമ്പാടിയിലേക്ക് കൃഷ്ണനെ വസുദേവർ കൊണ്ടുപോകില്ലേ, ആ പ്രതിമേനെയാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണുക. പിന്നെ ഇവിടെ മാനും ആനകളേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിള്ളേർ, അതൊക്കെ നോക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇതാണ് കേട്ടോ. കുറുമ്പ് കാണിച്ച് കൃഷ്ണനെ കെട്ടിയിട്ട് യശോദയും കൃഷ്ണനും കൂടിയിട്ടുള്ള ഒരു പ്രതിമ. അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അവിടെ താമസിക്കുന്ന ചേച്ചി അവിടുത്തെ പ്രസാദമൊക്കെ തന്നിട്ട്, ഒരു പ്രത്യേക ടൈപ്പ് പ്രസാദമായിരുന്നു. നമ്മൾ കേരളത്തിലല്ല, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു പ്രസാദമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളോട് ഇവിടുത്തെ പ്രധാന ദിവസം ഞായറാഴ്ചയൊക്കെ വരാൻ പറഞ്ഞു. ഇവിടെ ഗീത ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുമായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.